ഹേ ഓൾ സന്ധ്യക്ക് സോഫയിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടുണ്ടായ അനിയത്തിനെ കച്ചറയാക്കിയിട്ട് ഓള് പുറത്തേക്ക് പോകുമ്പോൾ ഞാനും ബാക്കിലേ പോയി. വേറെ ഒന്നിനുമല്ല, ഓളെ കയ്യിൽ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടായിനി. ഓളെ കയ്യിൽ നിന്ന് അതും വാങ്ങിയിട്ട് ഞാൻ ആടെ ഇരുന്നു. ഒരു ഓറിയോ ബിസ്ക്കറ്റിനാണ് ഗൈസ് ഞാൻ ഇത്രയും എക്സ്പ്രഷൻ ഇട്ടത്. അതും തിന്നോണ്ട് അമ്മ മുറ്റത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അമ്മമ്മയും കൂടി വന്നിട്ടാകുമ്പോൾ നമ്മൾ ഫ്രെയിം അങ്ങ് കംപ്ലീറ്റ് ആയി. കുളിച്ച അനിയത്തിന്റെ മുടി അമ്മ തോർത്തി കൊടുത്തെങ്കിലും അത് മതിയാവാണ്ട് ഒറ്റക്ക് ആദ്യം തോർത്തിക്കൊണ്ട് എന്നോട് ഓളൊരു കാര്യം പറഞ്ഞു. ഇതാണ് ആ കാര്യം, തേൻമിഠായി. തേൻമിഠായി ഉണ്ട്, വേണമെങ്കിൽ പോയിട്ട് എടുത്തോ എന്ന് ഈ മടി പിടിച്ചിരിക്കുന്ന എന്നോട് വന്നിട്ട് ഓള് പറഞ്ഞു. പക്ഷേ ഞാനത് ഓളെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. ചേച്ചീൻ്റെ ഒരു പവറേ. കവറ് പല്ലോണ്ട് കടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ അതിൽ ഒന്നെടുത്ത് തിന്നു. കുഴപ്പമില്ല, പണ്ടത്തെ തേൻമിഠായിൻ്റെ അത്രയൊന്നും പോരാ. ഇപ്പം അതിൽ തേനൊന്നും ഇല്ല ഗൈസ്. തേൻമിഠായി എന്നാണ് അതിൻ്റെ പേരെങ്കിൽ അതിൽ മൊത്തം പഞ്ചസാരയാണ്. അപ്പം തേൻമിഠായി ഫാൻസ് എല്ലാം വേഗം കമൻ്റ് അടിച്ചോളൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ വിചാരിച്ചിട്ട് ഒന്ന് ഓക്കും കൊടുത്തു, പിന്നെ ഒന്ന് അമ്മമ്മക്കും കൊടുത്തു. അമ്മക്കാണെങ്കിൽ ഞാൻ വേറെന്തോ ഒരു സാധനം കൊടുത്തു. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനും രണ്ടെണ്ണം തിന്നു അതിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു വൈകുന്നേരം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.